കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇൻഡിഫറൻസ് കർവ് നിസ്സംഗത വക്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് മറ്റൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നു. ബഡ്ജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ബഡ്ജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് രണ്ട് കോൺസെപ്റ്റുകൾ റെഡിയാക്കാനുണ്ട് നമുക്ക്. അതുകൊണ്ട് ആദ്യം ആ കോൺസെപ്റ്റുകളെ പറയുന്നു. ആദ്യമായിട്ട് ബഡ്ജറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ചർച്ച ചെയ്യുന്നത്. ബഡ്ജറ്റ്, BUDGET, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വിശാലമായ അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. തൽക്കാലം സാധാരണ നിലയിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബഡ്ജറ്റ് എന്നുള്ള പദം. ചില സമയത്ത് ചില സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് ദീർഘമായ യാത്ര ചെയ്യാൻ വേണ്ടി നമ്മോട് പറയുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ, വരുമാനമില്ലെങ്കിൽ നമ്മൾ പറയാറുള്ള, സാധാരണ ആളുകൾ പറയുന്ന ഒരു പദമാണ് അതിനുള്ള ബജറ്റ് എനിക്കില്ല. എന്തുകൊണ്ടാണ് ഞാൻ കാറ് വാങ്ങാത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ബജറ്റ് എനിക്കില്ല. എന്തുകൊണ്ടാണ് ആ രൂപത്തിലുള്ള സാധനം വാങ്ങാത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ബജറ്റ് എനിക്കില്ല എന്ന് പൊതുവെ നമ്മളെല്ലാവരും പറയുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ബജറ്റ് എന്നുള്ളത് കൊണ്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ബജറ്റ് ഈസ് ദ മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ. മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഉപഭോക്താവിന്റെ പണ വരുമാനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ബജറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഉപഭോക്താവിന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വരുമാനത്തെ നമുക്ക് എന്ത് വിളിക്കാം? ബജറ്റ് എന്ന് വിളിക്കാം. സോ ബജറ്റ് ഈസ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇറ്റ് ഈസ് ദ മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ ഉള്ള പണ വരുമാനത്തെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ബജറ്റ് എന്ന് വിളിക്കാൻ പറ്റും. പൊതുവെ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ ബജറ്റിന് എം എന്നുള്ള അക്ഷരം കൊണ്ടാണ്, ക്യാപിറ്റൽ ലെറ്റർ എം എന്നുള്ള അക്ഷരം കൊണ്ടാണ് ബജറ്റിനെ സൂചിപ്പിക്കാറുള്ളത്. ബജറ്റ് ഈസ് ഈക്വൽ ടു എം എന്നുള്ള ഒരു അക്ഷരം ഉപയോഗിച്ചിട്ടാണ് ബജറ്റിനെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബജറ്റ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, കൺസ്യൂമറുടെ വരുമാനം. Say when M is equal to 100, that means the income of the consumer is equal to 100. M അല്ലെ ബജറ്റ് 100 ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്? 100 രൂപയാണ്. When M is equal to 500, M 500 ആണ് എന്ന് പറഞ്ഞാല് ഒരു ഉപഭോക്താവിന് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണ വരുമാനം എന്ന് പറയുന്നത് 500 ആണ്. ഇതാണ് ആദ്യമായി നമ്മൾ ഓർക്കാനുള്ളത്. ബജറ്റ് എന്നാൽ എന്താണ്? ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? സിമ്പിൾ ആയിട്ട് ബജറ്റ് എന്ന് പറയുന്നത് ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ സാധനങ്ങൾ വാങ്ങാനുള്ള വരുമാനം എത്രയാണ്? ദ മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് നോൺ ആസ് ബജറ്റ്. അതിനെയാണ് നമ്മൾ കൺസ്യൂമറുടെ ബജറ്റ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ബജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് നമ്മൾ ഓർക്കേണ്ടുന്ന പദം ബജറ്റ് എന്നുള്ളതാണ്. അതാണ് നമുക്ക് കിട്ടിയത്. രണ്ടാമത് നമ്മൾ ഇതിൽ ഓർക്കേണ്ടുന്ന ഒരു പദമാണ് ബജറ്റ് സെറ്റ്. ബജറ്റ് സെറ്റ്. ബജറ്റ് സെറ്റ് പറയുമ്പോൾ അതിനൊരു നിർവചനം പറയാണ്ട്. ബജറ്റ് സെറ്റിന്റെ നിർവചനം ആദ്യം പറയാം. Budget set is the collection of consumption bundles. Budget set is the collection of consumption bundles. ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. Budget set is the collection of all bundles that a consumer can buy with his income at the prevailing പ്രൈസസ്. നിലവിലുള്ള വിലക്ക് ഒരു ഉപഭോക്താവിന്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വാങ്ങാൻ സാധിക്കുന്ന രണ്ട് സാധനങ്ങളുടെ ബണ്ടിലുകളുടെ കൂട്ടത്തെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ബജറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ
രണ്ട് സാധനങ്ങളുടെ കൂട്ടങ്ങൾ, അങ്ങനെയുള്ള കുറെ കൂട്ടങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ എം എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കും. വരുമാനം എന്ന് പറയുന്നത് 100 രൂപയാണ്. രണ്ട് സാധനങ്ങളാണ് അദ്ദേഹം വാങ്ങുന്നത്. ഒരു സാധനത്തിന്റെ വില 5 രൂപയും രണ്ടാമത്തെ സാധനത്തിന്റെ വില 10 രൂപയാണ് എന്ന് വിചാരിക്കുക. രണ്ട് സാധനങ്ങളാണ് വാങ്ങുന്നത്. ഒന്നാമത്തെ സാധനത്തിന്റെ വില 5 രൂപയും രണ്ടാമത്തെ സാധനത്തിന്റെ വില 10 രൂപയും ആ വ്യക്തിയുടെ കയ്യിലുള്ള വരുമാനം എന്ന് പറയുന്നത് 100 രൂപയുമാണെങ്കിൽ അദ്ദേഹം ഒന്നാമത്തെ സാധനം 2 എണ്ണവും രണ്ടാമത്തെ സാധനം 3 എണ്ണവും വാങ്ങുന്നു. ഇതൊരു കൺസംഷൻ ബണ്ടിലാണ്. കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങളുടെ കൂട്ടം, അതാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ കൂട്ടം. ഇവിടെ ഒന്നാമത്തെ സാധനത്തിന്റെ വില 5 രൂപയും രണ്ടാമത്തെ സാധനത്തിന്റെ വില 10 രൂപയും ആവുമ്പോൾ അദ്ദേഹം വാങ്ങുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് 2-3 എന്ന് പറയുന്ന ഒരു ബണ്ടിലാണ്. ഇതിന്റെ അർത്ഥം ഒന്നാമത്തെ സാധനം 2 എണ്ണമാണ് വാങ്ങുന്നത്. 2 എണ്ണത്തിന്റെ വില ആകെ എത്ര വരിക? ഒന്നിന്റെ വില 5 രൂപയായതുകൊണ്ട് 2 എണ്ണം വാങ്ങുന്നു. അദ്ദേഹത്തിന് ആകെ ചെലവ് വന്നത് 10 രൂപ പ്ലസ് രണ്ടാമത്തെ സാധനം 3 എണ്ണം വാങ്ങുന്നുണ്ട്. 3 എണ്ണത്തിന് എത്ര രൂപയാ വരിക? രണ്ടാമത്തെ സാധനത്തിന്റെ വില 10 രൂപയാണ്. 3 എണ്ണം വാങ്ങുമ്പോൾ 30. അപ്പം 30 പ്ലസ് 10 40 രൂപയാണ് അദ്ദേഹം ചെലവാക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 100 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ സംഖ്യ ചെലവഴിക്കാൻ കഴിയുന്നതാണ്. ഇത് അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റുന്നതാണ്. 1, 2 മറ്റൊരു ബണ്ടിലാണ്. ഇവിടെ ഒന്നാമത്തെ സാധനം 1 വാങ്ങുന്നു, രണ്ടാമത്തെ സാധനം 2 എണ്ണം വാങ്ങുന്നു. ഇവിടെ 5 രൂപ, ഇവിടെ 20 രൂപ. ആകെ 25 രൂപയാണ് അദ്ദേഹത്തിന് ചെലവ് വരുന്നത്. 5, 2 അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റുന്ന മറ്റൊരു കോമ്പിനേഷൻ ആണത്. 5 എണ്ണം വാങ്ങുന്നു. 5 എണ്ണം വാങ്ങുമ്പോൾ 25 രൂപ. 2 എണ്ണം വാങ്ങുമ്പോൾ 20 രൂപ. 25ഉം 20ഉം 45 രൂപ. 6, 3 6 വാങ്ങിയാൽ 30 രൂപ. 3 വാങ്ങിയാൽ 30. 30ഉം 60 രൂപ. ഇങ്ങനെ അദ്ദേഹത്തിന്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ സാധിക്കുന്ന ഈ ഒരു ബണ്ടിലുകളുടെ, ഈ കൺസംഷൻ ബണ്ടിലുകളുടെ കൂട്ടത്തെ ഇവിടെ 1, 2, 3, 4 4 ഞാൻ പറഞ്ഞത്. ഈ 4 കൂട്ടത്തെ, ഇനിയുമുണ്ട് ഒരുപാടെണ്ണം. ഇങ്ങനെയുള്ള കൺസംഷൻ ബണ്ടിലുകളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബജറ്റ് സെറ്റ്. അദ്ദേഹത്തിന്റെ ഉപഭോക്താവിന്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട്, എത്രയാണോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണവരുമാനമുള്ളത്, ആ പണവരുമാനം ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിലൊരു വിലയുണ്ട് സാധനങ്ങൾക്ക്. മാർക്കറ്റിലെ ആ വിലക്ക് അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബജറ്റ് സെറ്റ്. ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ ബണ്ടിൽസ്, എല്ലാ ബണ്ടിലുകളുടെയും, ഇവിടെ കുറെ ബണ്ടിലുകൾ തന്നിട്ടുണ്ട്, എല്ലാ ബണ്ടിലുകളുടെയും കളക്ഷൻ ആണ്, കൂട്ടമാണ്. കളക്ഷൻ ഓഫ് ഓൾ ബണ്ടിൽസ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ ബൈ, ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ പറ്റുന്ന, വിത്ത് ഹിസ് ഇൻകം, അദ്ദേഹത്തിന്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളുടെ കൂട്ടങ്ങൾ. ഇങ്ങനെ കുറെ രണ്ട് സാധനങ്ങളുടെ കൂട്ടം, ആ കൂട്ടങ്ങളുടെ ശേഖരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബജറ്റ് സെറ്റ്. ആശയം റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബജറ്റ് സെറ്റ് തയ്യാറാക്കുക പരീക്ഷയിൽ വരുന്ന ഒരു ചോദ്യമാണ്. ബജറ്റ് സെറ്റ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ രൂപത്തിലാണ് ബജറ്റ് സെറ്റ് തയ്യാറാക്കുക. നമുക്കൊരു ചോദ്യം ചെയ്തു നോക്കാം, എങ്ങനെയാണ് ബജറ്റ് സെറ്റ് തയ്യാറാക്കുന്നത്. ഒരു ചെറിയ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ആദ്യമായിട്ട് ബജറ്റ് സെറ്റ് തയ്യാറാക്കുക. ക്വസ്റ്റ്യൻ ആണ്, പ്രിപ്പയർ എ ബജറ്റ് സെറ്റ് വെൻ എം ഈസ് ഈക്വൽ ടു 20, വരുമാനം എന്ന് പറയുന്നത് 20 രൂപ. ദെൻ P1, ഒന്നാമത്തെ വസ്തുവിന്റെ വില എന്ന് പറയുന്നത് when it is 2, P1 is equal to 2 and P2, രണ്ടാമത്തെ വസ്തുവിന്റെ വില എന്ന് പറയുന്നത് P2 is equal to 3. രണ്ടാമത്തെ വസ്തുവിന്റെ വില 3 രൂപയും ഒന്നാമത്തെ വസ്തുവിന്റെ വില 2 രൂപയും ആകെയുള്ള വരുമാനം 20 രൂപയുമാണെങ്കിൽ അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളെ കൂട്ടങ്ങളുടെ ശേഖരങ്ങൾ ഏതെല്ലാമാണ് അത് കണ്ടെത്തുക. ഇതാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം നോക്കൂ. നമുക്ക് വാങ്ങാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളുടെ കൂട്ടമാണ് നമ്മൾ കണ്ടെത്തുന്നത്. നിർബന്ധമായും രണ്ട് സാധനങ്ങളാണ് അവിടെ ഉണ്ടാവാനുള്ളത്. രണ്ട് സാധനങ്ങളുടെ കൂട്ടങ്ങളാണ് വാങ്ങാൻ വന്നത്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും.
അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ 0 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് വാങ്ങാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ 20 രൂപയുണ്ട്. 0 രണ്ടും എത്രയാ വാങ്ങുന്നത്? 0 എമൗണ്ട് അദ്ദേഹത്തിന് വാങ്ങാം. അത് അദ്ദേഹത്തിന് മുമ്പിലുള്ള ഒരു ഓപ്ഷനാണ് 0 എന്ന് പറയുന്ന ഓപ്ഷൻ. ദെൻ 0 മറ്റൊരു ഓപ്ഷൻ. ഒന്നാം സ്ഥാനം 0 എമൗണ്ട് യൂണിറ്റ് വാങ്ങുന്നു. രണ്ടാമത് 1 യൂണിറ്റ് വാങ്ങുന്നു. 1 യൂണിറ്റ് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് വരുന്നത്? 3 രൂപയാണ് വരുന്നത്. അദ്ദേഹത്തിന് എത്ര രൂപയുണ്ട്? 20 രൂപയുണ്ട്. അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റുന്നതാണ്. 0 എത്ര രൂപ ചിലവാകും? ഒന്നാം സ്ഥാനം 0 വാങ്ങുന്നത്. രണ്ടാമത് 2 വാങ്ങുന്നു. 2 വാങ്ങുകയാണെങ്കിൽ 6 രൂപയാണ് ചെലവ് വരുന്നത്. 0 9 രൂപ ചെലവാക്കി. 0 12 രൂപ ചെലവാക്കി. 0 15 രൂപ ചെലവാക്കി. 0 18 രൂപ ചെലവാക്കി. 0 ചെയ്യാൻ പറ്റുമോ? 7 രണ്ടാമത്തെ ദിവസം 7 വാങ്ങിയാൽ 21 രൂപ വേണം. അദ്ദേഹത്തിന് അത്രേ വാങ്ങാൻ പറ്റുള്ളൂ. 6 രണ്ടാമത്തെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് മുമ്പുള്ള ചില സാധ്യതകളാണ് ഞാൻ പറഞ്ഞത്. 0 വാങ്ങുന്നു, ചെലവായിട്ടില്ല. 0 ചെലവ് വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് 3 രൂപ ചെലവുണ്ട്. 0 ആണ് വാങ്ങുന്നതെങ്കിൽ 6 രൂപ ചെലവാക്കുന്നു. 0 ആണെങ്കിൽ 9 രൂപ ചെലവാക്കുന്നു. 0 ആണെങ്കിൽ 12 രൂപ ചെലവാക്കുന്നു. 0 ആവുമ്പോ 15 രൂപ ചെലവാക്കുന്നു. 0 ആവുന്ന സമയത്ത് 18 രൂപ ചെലവാക്കുന്നു. അദ്ദേഹത്തിന് കയ്യിൽ 20 രൂപയുള്ളതുകൊണ്ട് ഈ രൂപത്തിൽ അദ്ദേഹത്തിന് കൺസംഷൻ നടത്താൻ കഴിയും. 0 അദ്ദേഹം വാങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് വാങ്ങാൻ പറ്റാത്തത്? 0 ആണെങ്കിൽ എത്ര രൂപ വേണ്ടിവരും? 21 രൂപ വേണ്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെയുള്ളത് 20 രൂപയായതുകൊണ്ട് ഇത്രയും കൺസംഷനുകളാണ് അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയുക. കഴിഞ്ഞിട്ടില്ല. ഇനിയോ 1 അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റുന്ന മറ്റൊരു കോമ്പിനേഷൻ നോക്കൂ. 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ഥാനം 1 വാങ്ങി, രണ്ടാമത്തേത് 0 യൂണിറ്റ് വാങ്ങുന്നു. ഒന്നാം സ്ഥാനം 1 വാങ്ങിയ എത്ര രൂപ ചെലവാവുക? 2 രൂപ മാത്രം ചെലവാവുക. 20 രൂപ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. 1 അദ്ദേഹം വാങ്ങുന്ന മറ്റൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാല് ഒന്നാം സ്ഥാനം 1 വാങ്ങുന്നു, 2 രൂപ. രണ്ടാം സ്ഥാനം 1 വാങ്ങുന്നു, 3 രൂപ. ആകെ എത്ര രൂപ ചെലവ്? 5 രൂപ. അദ്ദേഹത്തിന്റെ കയ്യിൽ 20 രൂപയുണ്ട്. വാങ്ങാൻ പറ്റുന്നതാണ്. 1 2 ഒന്നാമത്തേത് 1 വാങ്ങി, രണ്ടാമത്തെ 2 വാങ്ങി. ഒന്നാമത്തെ 1 വാങ്ങുമ്പോൾ 2 രൂപ. രണ്ടാമത്തെ 2 വാങ്ങുമ്പോൾ 6 രൂപ. 6 2 8 രൂപ. 20 രൂപയുണ്ട്. വാങ്ങാൻ പറ്റുന്നതാണ്. 1 3 ഒന്നാമത്തത് 1 വാങ്ങുന്നു, രണ്ടാമത്തത് 3 വാങ്ങുന്നു. അപ്പൊ എത്ര രൂപയാവുന്നത്? ഒന്നാമത്തെ 1 വാങ്ങുമ്പോൾ 2 രൂപ. രണ്ടാമത്തത് 3 വാങ്ങുമ്പോൾ 9. 9 2 11 രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത്. 1 4 4 വാങ്ങുന്നു, 12 രൂപയും 2 14 രൂപ. ഒന്നാമത്തിന് 2 രൂപ. രണ്ടാമത്തത് 4 വാങ്ങുന്നത്. 4 12 രൂപ. 12 2 14 രൂപ. 20 രൂപയായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. 1 5 അദ്ദേഹം രണ്ടാമത്തെ 5 വാങ്ങുന്നു, 15 രൂപ. 2 വാങ്ങുന്നു, സോറി, ഒന്നാമത്തത് 1 വാങ്ങുന്നു, 15 2 17 രൂപ. അല്ലെ, 5 വാങ്ങിയാൽ 15 രൂപ. 3 5 15 പ്ലസ് 2 17. 1 6 വാങ്ങിയാൽ 18 രൂപ. ഇവിടെ 1 2 രൂപ. 18 2 20 രൂപ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുഴുവൻ സംഖ്യയും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 6 എന്നുള്ള കോമ്പിനേഷൻ വാങ്ങാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് മുമ്പിലുള്ള മറ്റു ചില കോമ്പിനേഷനുകൾ പറഞ്ഞു. 1 0 1 1 1 2 1 3 1 4 1 5 ആൻഡ് 1 6. കഴിഞ്ഞോ? ഇത്രയാണ് അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റുക. ഇനിയും പറ്റൂലേ? ഇനി ഏതൊക്കെയാണ് വാങ്ങാൻ പറ്റുക? 2 0 അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയില്ലേ? ഇവിടെ എങ്ങനെയായിരിക്കും? 2 0 ആണെങ്കിൽ ഒന്നാമത്തെ വസ്തു 2 വാങ്ങുന്നത്. രണ്ടാമത്തെ വസ്തു 0 വാങ്ങുന്നു. 2 വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ ചെലവ് വരുന്നത്? 4 രൂപ. ദെൻ 2 1 അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വസ്തു 2 വാങ്ങുന്നു. രണ്ടാമത്തെ വസ്തു 1 വാങ്ങുന്നു. ഒന്നാമത്തെ വസ്തു 2 വാങ്ങുമ്പോൾ 2 × 2 4 രൂപ. 4 പ്ലസ്
രണ്ടാമത്തിന്റെ വില എത്രയാ? 3. 4 3 7 രൂപ വാങ്ങാൻ പറ്റുന്ന 2 2 എത്ര രൂപ വരിക? 2 വാങ്ങുന്നു 4 രൂപ, 2 വാങ്ങുന്നു 6 രൂപ, 4 6 10 രൂപ വാങ്ങാൻ പറ്റും. 2 3 എങ്ങനെയാ വരുന്നത്? 2 വാങ്ങുന്നു 4 രൂപ, 3 വാങ്ങുന്നു 9 രൂപ, 9 4 13. 2 4 എന്തായിരിക്കും അവസ്ഥ? 12 4 16. 2 5 4 2 വാങ്ങുമ്പോ 4 രൂപ, 5 വാങ്ങുമ്പോ 15. 15 + 4 19. 19 രൂപ ചിലവാക്കി. ഇനി 2 6 വാങ്ങാൻ കഴിയില്ലെന്ന് ഉറപ്പല്ലേ? 6 വാങ്ങുമ്പോ 18 2 വാങ്ങുമ്പോ 4 18 4 22 രൂപ. 2 6 വാങ്ങാൻ കഴിയില്ല. 2 5 അവസാനിച്ചു. ഇനിയോ 3 0 3 വാങ്ങി ഒന്നാമത്തത് 6 രൂപ. 3 1 6 3 9. 3 2 6 6 12. 3 3 9 6 15. 3 4 12 6 18. 3 5 ഇനി വാങ്ങാൻ കഴിയുമോ? 3 5 ആയി കഴിഞ്ഞാൽ 5 വാങ്ങിയാൽ എത്രയാവും? 5 15 15 6 21 കഴിയില്ല. അപ്പൊ 3 4 വരെ വാങ്ങാൻ പറ്റും. ഇനിയുള്ള ഓപ്ഷനോ 4 0 4 വാങ്ങിയാൽ 8 രൂപ. 4 1 8 3 11. 4 2 8 6 വാങ്ങാൻ പറ്റും. 4 3 8 9. 4 4 എന്തായിരിക്കും അവസ്ഥ? 3 × 4 12, 4 × 2 8, 12 8 20. അപ്പോ 4 4 ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മുഴുവൻ സംഖ്യ ചിലവാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ 1 6 മുഴുവൻ സംഖ്യ ചിലവഴിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞതുപോലെ 4 4 നമുക്ക് മുഴുവൻ സംഖ്യ ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. 4 5 കഴിയില്ലെന്ന് ഉറപ്പല്ലേ? 20 രൂപയിൽ കൂടുതലായി പോകും. ഇനി അടുത്തതോ 5 0 5 0. പിന്നെയോ 10 രൂപയായത് അല്ലേ? 5 1 13. 5 2 10 6 16. 5 3 10 9 19. 5 4 കഴിയില്ല ഉറപ്പാണ്. അടുത്തത് 6 0 6 വാങ്ങി 12 രൂപ. 6 1 എത്ര രൂപയാവും? 12 3 15. 6 2 12 6 18. 6 3 ആയി കഴിഞ്ഞാല് 12 9 21 കഴിയില്ല. 7 0 7 0 എത്രയായി? 14 രൂപ. 7 1 14 3 17. 7 2 14 6 20. മുഴുവൻ സംഖ്യ ചിലവായില്ലേ? അപ്പൊ ഇനി അതിന്റെ അപ്പുറത്തേക്ക് ആലോചിക്കണം. 8 0 എത്രയാ? 16 രൂപ. 8 1 8 രൂപ. 16 1 19. ഇനി അതിനെ കുറിച്ച് അപ്പുറത്തെ ആലോചിക്കണല്ലോ. 19 രൂപ 20 രൂപയായി കയ്യിലുള്ളത്. ഇനി അടുത്തതോ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഭാഗത്ത് എഴുതുന്നു.
നിങ്ങൾ താഴെ ഇതിന് നേരെ താഴെ ചെയ്ത 80 താഴെ 90 80 താഴെ 90 ചെയ്ത 90 ആയി കഴിഞ്ഞാൽ 9 രൂപ. 9 1 വാങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പല്ലേ? കാരണം എന്താ 18 3 21 കഴിയില്ല. 10 അതിന്റെ താഴെ 90 അതിന്റെ 90 താഴെ 10 0 20 രൂപ. 11 കഴിയില്ല എന്ന് ഉറപ്പല്ലേ? 11 ആവുമ്പോ എത്രയാവും? 11 വാങ്ങണമെങ്കിൽ ഒന്നിന്റെ വില 2 ആണ്, 22 ആവും. ആകെയുള്ളത് എത്രയാ? 20. അപ്പോ അങ്ങനെയാണെങ്കിൽ വ്യക്തിയുടെ വരുമാനം, കൺസ്യൂമറുടെ വരുമാനം 20 രൂപ, ഒന്നാമത്തെ സാധനത്തിന്റെ വില 2 രൂപയും രണ്ടാമത്തെ സാധനത്തിന്റെ വില 3 രൂപയും ആണെങ്കിൽ അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ ബണ്ടിലുകൾ കൂട്ടം, അത് നമ്മൾ വിളിച്ച പേര് ബഡ്ജറ്റ് സെറ്റ്. ഇതാണ് ബഡ്ജറ്റ് സെറ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും കോമ്പിനേഷനുകൾ നമ്മൾ ഉണ്ടാക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44. എത്ര ബണ്ടിലുകളാ? 44 ബഡ്ജറ്റ് സെറ്റ് നമുക്ക് 44 ബണ്ടിലുകളെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പൊ ബഡ്ജറ്റ് സെറ്റ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് നമുക്ക് 44 കൺസംഷൻ ബണ്ടിലുകളെ കിട്ടിയിട്ടുണ്ട്. ഈ ബണ്ടിലുകളുടെ ശേഖരം, കളക്ഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബഡ്ജറ്റ് സെറ്റ് എന്ന് വിളിക്കുക. അപ്പൊ കുറച്ച് എണ്ണം കൂടിയിട്ടുണ്ട്, സാരല്ല, നമുക്ക് ചെറുതൊന്ന് എഴുതി നോക്കാം മതി അല്ലെ? ഒന്നുകൂടെ ഇത് ചെയ്യുന്നത് കുറച്ച് വലുതായതുകൊണ്ട് ഒരുപാട് സംഖ്യ കിട്ടിയപ്പോൾ ഇനിയൊരു പേടി വേണ്ട, വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സംഖ്യ ഒന്ന് ചെറുതാക്കി നോക്കാം. ഈ ഒരു 20 എന്നുള്ളതിനെ ഒന്നുകൂടെ ചെറുതാക്കാം, 12 ആക്കി നോക്കുക. വരുമാനം എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വാങ്ങാൻ പറ്റുന്ന കോമ്പിനേഷൻ, ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന കോമ്പിനേഷനുകളെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? ഇനി ഒന്ന് ചെയ്ത് നോക്കൂ. ആദ്യം ഒന്നാമത്തിന്റെ വില 2 രൂപയാണ്, രണ്ടാമത്തിന്റെ വില 3 രൂപ. ഞാൻ തൽക്കാലം മാറ്റുന്നില്ല, നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ആദ്യം അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ നേരത്തെ ചെയ്ത പോലെ 0 അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ചെലവായിട്ടില്ല. 0 1 ആണ് വാങ്ങുന്നതെങ്കിൽ ഒന്നാമത് വാങ്ങുന്നില്ല, രണ്ടാമത്തത് മാത്രം വാങ്ങുന്നു. രണ്ടാമത്തത് മാത്രം വാങ്ങാൻ എത്ര രൂപ ചെലവായിട്ടുണ്ട്? 3 രൂപ ചെലവായിട്ടുണ്ട്. 0 2 ആണ് വാങ്ങുന്നതെങ്കിലോ രണ്ടാമത്തത് 2 വാങ്ങുന്നുണ്ട്, 6 രൂപ ചെലവായിട്ടുണ്ട്. 0 3 ആണ് വാങ്ങുന്നതെങ്കിലോ 3 രണ്ടാമത്തത് വാങ്ങുന്നു, 9 രൂപ ചെലവാകുന്നുണ്ട്. 0 4 ആണെങ്കിലോ രണ്ടാമത്തത് 4 വാങ്ങുന്നു, എത്ര രൂപ ചെലവായിട്ടുണ്ട്? 12 രൂപ ചെലവായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വരുമാനം 12 രൂപയാണ്. ദെൻ ഇനി 05 വാങ്ങാൻ പറ്റില്ലല്ലോ, 15 രൂപയാവും, നമ്മുടെ കയ്യിലില്ല, 12 രൂപയുള്ളത്. അടുത്തതോ 1 0 അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റുന്ന മറ്റൊരു കോമ്പിനേഷൻ. ഒന്നാമത്തേത് 1 വാങ്ങുന്നു, എത്ര രൂപയായി? 2 രൂപ ചെലവായിട്ടുണ്ട്. 1 1 രണ്ടും ഓരോന്ന് വാങ്ങുന്നു. രണ്ടും ഓരോന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത്തിന് 2 രൂപ, രണ്ടാമത്തിന് 3 രൂപ, 5 രൂപ ചെലവായിട്ടുണ്ട്. 1 2 ഒന്നാമത്തേത് 1 വാങ്ങി, രണ്ടാമത്തെ 2 വാങ്ങി. അങ്ങനെയാണെങ്കിൽ 2 വാങ്ങിയാൽ 6 2 8 രൂപ ചെലവായിട്ടുണ്ട്. 1 3 രണ്ടാമത്തത് 3 വാങ്ങി, 9 രൂപ. ഒന്നാമത്തത് 1 വാങ്ങി, 9 2 11 രൂപ. എത്രയാണുള്ളത്? 12 രൂപ. ഇനി 1 4 അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയില്ല. 1 4 വാങ്ങിയാൽ ഒന്നാമത്തതിന് 2 രൂപയും ഇവിടെ 4 വാങ്ങിയാൽ 12 രൂപയും, 12 2 14 രൂപ വേണ്ടി വരും. എത്രയേ ഉള്ളൂ? 12 ഉള്ളൂ. അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റുന്നത് 1 3 വരെയാണ്. ഇനി വാങ്ങാൻ പറ്റുന്നത് 2 0 2 0. എത്ര എണ്ണം വാങ്ങാൻ പറ്റും? 2 0 ആണെങ്കിൽ 2 വാങ്ങുന്നു. ഒന്നാമത്തെ സാധനം എത്ര രൂപയാ? 4 രൂപ ചിലവാകുന്നു. 2 1 2 വാങ്ങിയാൽ 4 രൂപ, 1 വാങ്ങി 3 4 3 7. 2 2 എത്ര രൂപയായിരുന്നു? 4 6 4 6 10. ദെൻ 2 3 ആയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കഴിയുമോ? ഏത്? 3 വാങ്ങിയാൽ എത്രയായി? 9 രൂപ. 9 ഇവിടെ 2 വാങ്ങുന്നു, 4 9 4 13 രൂപ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വാങ്ങാൻ കഴിയില്ല. അപ്പോ വാങ്ങാൻ പറ്റുന്നത് മാക്സിമം 2 വരെയാണ്. ഇനിയുള്ളതോ 3 0 3 വാങ്ങുന്നു. ഒന്നാമത്തത് 6 രൂപ,
3 1 6 3 9 രൂപ. 3 2 വാങ്ങാൻ കഴിയില്ല. എന്ത് കാരണം? ഇത് 6 രണ്ടെണ്ണം വാങ്ങുമ്പോ 6 വാങ്ങാൻ പറ്റൂലേ? വാങ്ങാൻ പറ്റില്ലെന്നല്ല, 3 2 നമുക്ക് വാങ്ങാൻ പറ്റും. ഇവിടെ 3 എണ്ണം വാങ്ങുമ്പോ 3 2 6 പ്ലസ് 2 എണ്ണം വാങ്ങും, 2 3 6 6 6 12 നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പൊ 3 2 വരെ നമുക്ക് വാങ്ങാൻ പറ്റും. അടുത്തത് 3 3 വാങ്ങാൻ പറ്റില്ല. 3 3 ആയി കഴിഞ്ഞാൽ കുഴപ്പം. ഇവിടെ 6 പ്ലസ് 9 9 6 ഒരിക്കലും നമുക്ക് കയ്യിൽ ആകെയുള്ളത് എത്രയാണത്? 12 രൂപ മാത്രമാണുള്ളത്. അതുകൊണ്ട് ആ ഒരു 3 3 എന്ന് പറയുന്ന കോമ്പിനേഷൻ നമുക്ക് വാങ്ങാൻ കഴിയില്ല. അടുത്തത് 4 0 എത്ര രൂപയായി? 8 രൂപ വാങ്ങാൻ പറ്റും. 4 1 8 3 11. ഇനി ഏത് പറ്റില്ല? 4 2 നമുക്ക് പോകാൻ പറ്റില്ല. അടുത്തത് 5 0 എത്ര രൂപയായി? 10 രൂപ. രണ്ടാമത്തത് ഇനി വാങ്ങാൻ പറ്റും. 5 1 വാങ്ങാൻ കഴിയില്ല. 6 0 എത്ര രൂപയായി? 12 രൂപ. 6 1 ഇനി പോകാൻ പറ്റില്ല. 7 0 കഴിയില്ല എന്ന് ഉറപ്പല്ലേ? 7 ആവുമ്പോ 14 രൂപയും. അപ്പൊ നമുക്ക് വരുമാനം 12 രൂപയും ഒന്നാമത്തിന്റെ വില 2 രൂപയും രണ്ടാമത്തിന്റെ വില 3 രൂപയാണെങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ കൂട്ടത്തെ നമ്മൾ കുറെ കൂട്ടങ്ങൾ കാണുന്നു. ഈ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബഡ്ജറ്റ് സെറ്റ്. അപ്പോ എങ്ങനെയാണ് ബഡ്ജറ്റ് സെറ്റ് തയ്യാറാക്കുക എന്നുള്ളത് ഞാൻ കൃത്യമായ ഒരു ഓർഡറിലാണ് കൊടുത്തത്. നോക്കൂ, 0 1 2 3 4 5 6 അങ്ങനെ പോകുന്നു. ഇവിടെ എല്ലായിടത്തും 0 ആണ്. ഇവിടെയും അതേപോലെ 0 1 2 3 4 വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും 1 തന്നെയാണ്. ഇവിടെ 0 1 2 3 അങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ 2 കോമൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ഓർഡറിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ആ ഓർഡറിലാവുമ്പോൾ ഏതെങ്കിലും മിസ്സാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിലാണ് എന്ത് തയ്യാറാക്കുന്നത്? ബഡ്ജറ്റ് സെറ്റ് തയ്യാറാക്കുന്നത്. ബഡ്ജറ്റ് സെറ്റ് തയ്യാറാക്കാൻ 2 എക്സാമ്പിളാണ് ഞാൻ ഇവിടെ തന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഒരു 1-2 ചോദ്യങ്ങൾ ഞാൻ തരാം. എങ്ങനെയാണ് ബഡ്ജറ്റ് സെറ്റ് തയ്യാറാക്കുക? ഇന്നത്തെ നിങ്ങളുടെ വർക്ക് അതായിക്കോട്ടെ. എങ്ങനെയാണ് ബഡ്ജറ്റ് സെറ്റ് തയ്യാറാക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ എം ഈസിക്കൽ ടു നേരത്തെ നമ്മൾ ചെയ്ത 20 ആയ എം ഈസിക്കൽ ടു 20. P1 എന്നുള്ളത് 2 പകരം P1 ഈസിക്കൽ ടു 4. P2 എന്നുള്ളത് 5 ആണ്. അപ്പൊ എണ്ണം കുറയും, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എം 20 P1 4 P2 5 ഇത് വെച്ചിട്ട് എന്ത് തയ്യാറാക്കുക? ഒരു ബഡ്ജറ്റ് സെറ്റ് തയ്യാറാക്കുക. പ്രിപ്പയർ എ ബഡ്ജറ്റ് സെറ്റ് വെൻ എം ഈസിക്കൽ ടു 20 P1 ഈസിക്കൽ ടു 4 P2 ഈസിക്കൽ ടു 5. ഇതാണ് ഒരു വർക്കുള്ളത്. മറ്റൊരു ചോദ്യം കൂടി നോക്കാം. എം ഈസിക്കൽ ടു 50 എം 50. then P1 ഈസിക്കൽ ടു 5 P1 10 ആയിക്കോട്ടെ. P1 ഈസിക്കൽ ടു 10 ആൻഡ് P2 ഈസിക്കൽ ടു 20. P1 10 P2 20 ആവുന്ന സമയത്ത് ഏത് കാണുക? എന്ത് തയ്യാറാക്കുക? ബഡ്ജറ്റ് സെറ്റ് തയ്യാറാക്കുക. ഇത് ഒരു ചോദ്യം. അപ്പോൾ ഇങ്ങനെ 2 വർക്കുകളാണ് തരുന്നത്. ഈ 2 വർക്കുകളും എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. ശരി, ഓക്കെ.